തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ സ്വാമിയെ മകൻ സമാധിയിരുത്തിയ സംഭവത്തിൽ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യും. നെയ്യാറ്റിൻകര കാവുവിളാകം സ്വദേശി ഗോപൻ സ്വാമിയുടെ മൃതദേഹമാണ് പുറത്തെടുക്കുക. ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും പരാതിയിലാണ് പോലീസ് നടപടി. വിവരങ്ങളുമായി കമലേഷ് ചേരുന്നുണ്ട്. കമലേഷ്, ഗുഡ് മോർണിംഗ്. ഈ ഒരു വിഷയം വലിയ രീതിയിൽ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ പടരുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇത്തരത്തിലൊരു നീക്കം ഒരു മകന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നു. അതിനെ വിശ്വാസം അല്ലെങ്കിൽ മറ്റു ചില കാരണങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം എതിർക്കുന്നത്. ഈ സംഭവത്തിൽ കൂടുതലായി എന്താണ് പോലീസ് പറയുന്നത്? ഗുഡ് മോർണിംഗ് പ്രിയ. ഏതായാലും പ്രിയ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിന് നേരത്തെ കേട്ടുകേൾവിയില്ലാത്ത നിലയിലുള്ള ഒരു സംഗതിയാണ് കഴിഞ്ഞ ദിവസം നെയ്യാറ്റിൻകര കാവുവിളാകത്ത് ഉണ്ടായിട്ടുള്ളത്. മകൻ സ്വന്തം പിതാവിനെ സമാധിയിരുത്തുന്ന ഒരു സാഹചര്യമാണ്. കഴിഞ്ഞ ദിവസം തന്നെ ബന്ധുക്കൾക്കാണ് ഈ വിഷയത്തിൽ അടുത്ത ബന്ധുക്കളോട് പോലും പറയാതെയാണ് മകൻ പിതാവ് മരിച്ച ഘട്ടത്തിൽ ഈ കൈലാസനാഥ ക്ഷേത്രത്തിലെ ആചാര്യഗുരു എന്നറിയപ്പെടുന്ന സ്വാമികളാണ് ഗോപൻ സ്വാമികൾ. മരിച്ച ഉടനെ ഇദ്ദേഹത്തെ മറവ് ചെയ്യുന്ന ഒരു സാഹചര്യമായിരുന്നു. പിതാവിനെ സമാധിയിരുത്തി എന്നാണ് ബന്ധുക്കളോട് പറഞ്ഞത്. പിറ്റേന്നാൾ രാവിലെ ഈ ക്ഷേത്രത്തിന് സമീപത്ത് തന്നെ ഒരു ഫ്ലെക്സ് ബോർഡ് കണ്ടപ്പോഴാണ് നാട്ടുകാരും അടുത്ത ബന്ധുക്കളും പോലും ഇദ്ദേഹം മരിച്ചു എന്ന വാർത്ത അറിയുന്നത്. വളരെ തിടുക്കപ്പെട്ട് മരിച്ച ഉടനെ ബന്ധുക്കളെ പോലും അറിയിക്കാതെ ഇത്തരത്തിൽ ഇത് മറവ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് ബന്ധുക്കൾക്ക് ഒരു സംശയം തോന്നുന്നത്. ഇതിന് പിന്നാലെ പോലീസിനെ അറിയിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം തന്നെ പോലീസ് സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തിയിരുന്നു. ഇന്നിപ്പോൾ RDO അടക്കം സംഭവ സ്ഥലത്തെത്തും. ഈ മൃതദേഹം പുറത്തെടുക്കുന്ന ഒരു സാഹചര്യമുണ്ടാവും. ഇതിന് പിന്നാലെ പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടിക്രമങ്ങൾ ഇന്ന് പൂർത്തിയാകും. ഇതിന് ശേഷം മാത്രമേ എങ്ങനെയാണ് ഈ മരണം ഉണ്ടായിട്ടുള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത ഉണ്ടാവുകയുള്ളൂ. ഏതായാലും കേരളത്തിന് നേരത്തെ പരിചയമില്ലാത്ത നിലയിലുള്ള ഒരു സംഭവമാണ് നെയ്യാറ്റിൻകര കാവുവിളാകത്ത് ഉണ്ടായിട്ടുള്ളത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഈ മകൻ പോലീസിനെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം തന്നെ ഈ മകനെയും അതുപോലെ തന്നെ അവിടെ അമ്പലത്തിലെ പൂജാരിയെയും രണ്ടുപേരുടെയും മൊഴി പോലീസ് കഴിഞ്ഞ ദിവസം ശേഖരിച്ചിരുന്നു. ഇവർ രണ്ടുപേരും ചേർന്നാണ് ഈ മൃതദേഹം ഇതുപോലെ സമാധി ഇരുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഇവിടെ കാവൽ അടക്കം ഏർപ്പെടുത്തിയിരുന്നു എന്നുള്ളതാണ്. ഇദ്ദേഹം സമാധിയായി എന്ന ബോർഡും വെച്ച് അവിടെ ഒരാളെ കാവൽ പോലും ഏർപ്പെടുത്തിയിരുന്നു എന്നുള്ളതാണ്. ഇവർ രണ്ടുപേരുടെയും മൊഴി കഴിഞ്ഞ ദിവസം പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവർ പറയുന്നത് പിതാവ് നേരത്തെ തന്നെ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം അറിയിച്ചിരുന്നു. താൻ മരിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ സമാധി ഇരുത്തണം എന്ന ഒരു ആഗ്രഹം പിതാവ് പറഞ്ഞിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു നടപടി തങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് എന്നതാണ് മകനും പൂജാരിയും നൽകിയിട്ടുള്ള മൊഴി. ഏതായാലും ഈ മൃതദേഹം ഇന്ന് പുറത്തെടുക്കുകയാണ്. പുറത്തെടുത്ത ശേഷം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് വിധേയമാക്കും. അതിന് ശേഷമായിരിക്കും ഈ സംഭവത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ. പ്രിയ. കമലേഷ്, ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ നാട്ടുകാർ, സമീപവാസികളൊക്കെ എന്താണ് പറയുന്നത്? ഇവരുടെ ഒരു പശ്ചാത്തലം, ആളുകളോടൊക്കെയുള്ള ഒരു സമീപനം, രീതികൾ ഒക്കെ എങ്ങനെയായിരുന്നു? സംശയം ജനിപ്പിക്കുന്ന രീതിയിൽ ഇതിനു മുൻപും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? പ്രിയ, ഇതിനു മുൻപ് അത്തരത്തിലുള്ള വാർത്തകളൊന്നും തന്നെ പുറത്തു വരുന്നില്ല ഇവരുമായി ബന്ധപ്പെട്ട്. എന്നാൽ ഈ നാട്ടുകാരെ സംബന്ധിച്ചും അടുത്ത ബന്ധുക്കളെ സംബന്ധിച്ചും ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമുണ്ടായത് കഴിഞ്ഞ ദിവസം പോലും അവിടെ ഉണ്ടായിരുന്ന ഒരാൾ പെട്ടെന്ന് പിറ്റേന്ന് രാവിലെ നോക്കുമ്പോൾ ഇവിടെ ഒരു ബോർഡ് പ്രത്യക്ഷപ്പെടുന്നു. അദ്ദേഹം സമാധിയായി എന്ന് പറഞ്ഞ് അവിടെ ഒരാളെ കാവൽ ഏർപ്പെടുത്തുന്നു. ആ നിലയിൽ ഒരു കാര്യം കണ്ടപ്പോഴാണ് ഒരു സംശയം ഉണ്ടായിട്ടുള്ളത്. എങ്ങനെയാണ് മരിച്ചിട്ടുണ്ടാവുക എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഈ നാട്ടുകാർക്ക്, അടുത്ത ബന്ധുക്കൾക്കും നാട്ടുകാർക്കും സംശയമുണ്ടായി. സ്വാഭാവികമായും സമാധി ഇരുത്തുന്നതാണെങ്കിൽ പോലും അടുത്ത ബന്ധുക്കളെ കൂടി അറിയിച്ചിട്ടായിരിക്കും ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുക. വളരെ പെട്ടെന്ന് തന്നെ ധൃതി പിടിച്ച് ഇത്തരത്തിലൊരു ഈ മൃതദേഹം മറവ് ചെയ്യേണ്ട ഒരു സാഹചര്യം നിലവിലില്ല എന്നുള്ളതാണ്. ബന്ധുക്കളുടെ പോലും സംശയം അത്തരത്തിലാണ് പറയുന്നത്. അടുത്ത ബന്ധുക്കളോട് പോലും പറയാതെ ഒറ്റ രാത്രി കൊണ്ട് ഈ മൃതദേഹം ഈ നിലയിൽ മറവ് ചെയ്തതിൽ എന്തോ ദുരൂഹതയുണ്ട് എന്ന നിലയിലുള്ള പ്രതികരണം തന്നെയാണ് ബന്ധുക്കളുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ പരിസരവാസികളായിട്ടുള്ള ആളുകളുടെ ഈ നാട്ടുകാരുടെ അടക്കം ഭാഗത്തു നിന്നും ഒരു സംശയമായി വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഭാഗമായാണ് ഈ വിഷയം ഇവർ പോലീസിനെ അറിയിക്കുന്നത്. ഈ മരിച്ച വിവരം ആരെയും അറിയിച്ചിരുന്നില്ല. ഒരു ഫ്ലക്സ് ബോർഡ് മാത്രമാണ് ഈ മകൻ അവിടെ കെട്ടിവെച്ചിട്ടുള്ളത് എന്നതാണ് വളരെ കൗതുകരമായിട്ടുള്ളൊരു കാര്യം. സ്വാഭാവികമായും ഈ ബന്ധുക്കളും നാട്ടുകാരും ചേർന്ന് പോലീസിനെ വിവരം അറിയിക്കുന്നു. നെയ്യാറ്റിൻകര പോലീസ് കഴിഞ്ഞ ദിവസം തന്നെ ഈ സംഭവ സ്ഥലത്തെത്തി പ്രാഥമികമായ പരിശോധനകൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. സ്വാഭാവികമായും RDO അടക്കമുള്ള ആളുകളുടെ നേതൃത്വത്തിൽ മാത്രമേ ഇതിപ്പോൾ ഈ മൃതദേഹം പുറത്തെടുക്കുന്ന ഒരു നടപടിക്രമങ്ങളിലേക്ക് കടക്കാൻ കഴിയൂ. ഇന്ന്
RDO അവിടെ സംഭവ സ്ഥലത്തെത്തും. സ്വാഭാവികമായും നാട്ടുകാർക്കുണ്ടായ ഒരു സംശയം തന്നെയാണ് ഈ കേസ് പോലീസിലേക്കും അതുപോലെ തന്നെ വലിയ ഒരു വിഷയത്തിലേക്കും എത്തിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ആ നിലയിൽ ഇന്ന് അതിൻ്റെ നടപടിക്രമങ്ങൾ നടക്കുകയാണ്. ഇന്ന് മൃതദേഹം പുറത്തെടുക്കുന്ന നടപടി ഇന്നുണ്ടാവും. അതിനുശേഷം പോസ്റ്റ്മോർട്ടം നടക്കും. സ്വാഭാവികമായും ഈ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ ഇദ്ദേഹം എങ്ങനെയാണ് മരിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത പ്രിയ. ശരി കമലേഷ്, എന്നാലും വിചിത്രമാണ്. എന്തെല്ലാം സംഭവങ്ങളാണ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത് അല്ലേ? തിരുവനന്തപുരത്ത് തലസ്ഥാനത്താണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. മകൻ അച്ഛൻ മരിച്ചു എന്ന് പറഞ്ഞ് സമാധി ഇരുത്തി അദ്ദേഹത്തിനെ മറ്റാരും അറിയിക്കാതെ തന്നെ സമാധി ഇരുത്തി കാവലൊക്കെ വെച്ചുകൊണ്ട് അവിടെ കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം. എന്തായാലും നാട്ടുകാരുടെ ഇടപെടൽ അവിടെ പ്രശംസനീയമാണ്. അവർക്കാണ് സംശയം തോന്നുന്നത്, അങ്ങനെ പോലീസിൽ അറിയിക്കുന്നു.